മലബാർ മേഖലയിൽ പ്ലൈവുഡ് വ്യവസായം അടച്ചുപൂട്ടലിന്റെ വക്കിൽ. പ്രധാന അസംസ്കൃത വസ്തുവായ മരം കിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഈ മേഖലയിൽ യാർഡുകൾ കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തിക്കുകയാണെന്നും പെരുമ്പാവൂരിലേക്ക് വൻതോതിൽ മരം കടത്തുന്നതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നതെന്നും നോർത്ത് മലബാർ പ്ലൈവുഡ് ആൻഡ് ഡോർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പ്ലൈവുഡ് വ്യവസായം വൻ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് നോർത്ത് മലബാർ പ്ലൈവുഡ് ആൻഡ് ഡോർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വ്യവസായം അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് സർക്കാർ പുതിയ ലൈസൻസുകൾ അനുവദിക്കുന്നത്. ഇതിനെതിരെ അസോസിയേഷൻ സുപ്രീം കോടതിയെ സമീപിച്ചു. തുടർന്ന് എംപവർ കമ്മിറ്റിയുടെ ഉത്തരവ് പ്രകാരം 5 വർഷം കൂടുമ്പോൾ മരലഭ്യത പരിശോധിച്ചു മാത്രമേ പുതിയ ലൈസൻസ് അനുവദിക്കാവൂ എന്ന് കോടതി ഉത്തരവിട്ടു. ഇതിനുശേഷമാണ് പുതിയ ലൈസൻസുകൾ അനുവദിക്കുന്നത് കുറഞ്ഞത്. മരലഭ്യതയുടെ കുറവാണ് ഈ വ്യവസായം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് TP നാരായണൻ പറഞ്ഞു. ഒന്നാമത് വുഡിൻ്റെ അത് മെയിൻ പ്ലൈവുഡിൻ്റെ റോ മെറ്റീരിയൽ വുഡ് കിട്ടാനില്ല. അതിൻ്റെ ഒരു വളരെയധികം പ്രതിസന്ധി നമ്മൾ സർക്കാർ തലത്തിൽ പല വിധത്തിലുള്ള കാര്യത്തിൽ നമ്മൾ പല വിധത്തിലും സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിനൊരു ശാശ്വതമായ പരിഹാരം കിട്ടിയില്ല. നമ്മളിപ്പോൾ ഏകദേശം 1000-ഓളം ഈ കേരളത്തിൽ പ്ലൈവുഡ് ഫാക്ടറികളുണ്ട്. എന്നാലും ഗവൺമെൻറ് തലത്തിൽ അത് നമുക്ക് ഒരു അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം നമുക്ക് കിട്ടുന്നില്ല. പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ആഗസ്റ്റ് 6-ന് പുതിയൊരു മാഗ്നറ്റ് ഹോട്ടലിൽ ജനറൽ ബോഡി ചേരുമെന്നും TP നാരായണൻ പറഞ്ഞു. അന്ന് ഫാക്ടറികൾ അടച്ചിട്ട് സൂചന പണിമുടക്കം നടത്തും. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ഫാക്ടറികൾ അടച്ചിടേണ്ട സ്ഥിതിയാണ് ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മരത്തിന്റെ ലഭ്യത നോക്കാതെ ലൈസൻസ് നൽകുന്നതുകൊണ്ടാണ് സുപ്രീം കോടതിയെ അസോസിയേഷന് സമീപിക്കേണ്ടി വന്നത്. യാർഡുകൾ കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. പെരുമ്പാവൂരിലേക്ക് വൻതോതിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും മരത്തടികൾ കടത്തുന്നുണ്ട്. ഇത് നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് അസോസിയേഷൻ സെക്രട്ടറി BP അബ്ദുൽ ഗഫൂറും പറഞ്ഞു. ഈ മരത്തിന്റെ ലഭ്യത കുറവ് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരു യാർഡ് കേന്ദ്രീകരിച്ചിട്ട് ഒരു കൂട്ടം മാഫിയകൾ ഇവിടുന്ന് അന്യ ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കണ്ണൂർ എക്സ്പെഷ്യലി ഞങ്ങൾക്ക് തീരെ മരം കിട്ടാത്തൊരു അവസ്ഥയിലുണ്ട്. ആ യാർഡിനെ കുറിച്ചും ഞങ്ങൾ CCFന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം അത് ഇവിടുത്തെ അവൈലബിലിറ്റി നോക്കിയിട്ട് മാത്രമേ ശരിക്കും ഈ ജില്ലയിൽ നിന്ന് ഈ മരം പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും അത് തടയിടാൻ ഒരു കൂട്ടം മാഫിയകളുടെ മുമ്പിൽ ഇന്നത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് എന്തുകൊണ്ടോ പറ്റുന്നില്ല. മരക്കടത്തിന് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണ്. യാർഡ് കേന്ദ്രീകരിച്ച് നടക്കുന്ന മരക്കടത്ത് ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചിട്ടും ശക്തമായ നടപടി ഉണ്ടായിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. 140-ലധികം ഫാക്ടറികൾ വടക്കൻ മലബാറിലുണ്ട്. ഇവിടെയെല്ലാം മരത്തടികൾ കിട്ടാത്ത പ്രശ്നമുണ്ട്. സർക്കാരിന് മിച്ചഭൂമി വിട്ടുകിട്ടിയാൽ മരം നട്ടുപിടിപ്പിക്കാൻ അസോസിയേഷൻ ഒരുക്കമാണ്. ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇത് സർക്കാരിനും നല്ലൊരു വരുമാനമാർഗമായിരിക്കുമെന്നും അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. NMPA ട്രഷറർ P സൈനുദ്ദീൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മജീദ് ഹാജി, വൈസ് പ്രസിഡന്റ് APM ആലപ്പി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.